ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ് തദ്രീബു തിലാവ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ തദ്രീബു തിലാവയിലെ അദ്ദറസു സാബിഅ് ഏഴാമത്തെ പാഠം. എന്താണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്? എന്ത് അക്ഷരമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജീമാണ് നമ്മളിതിൽ മനസ്സിലാക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ഇവിടെ ചിത്രത്തിൽ വന്നത്? ക്യാമൽ, ഒട്ടകം അല്ലേ? അതിന് അറബിയിൽ എന്താ പറയുക? ജമൽ. ജമൽ, ജമൽ. ജീമിന് ഫത്ഹ വന്നാൽ ജ, ജമൽ. അപ്പൊ ജീമ് ഒരക്ഷരത്തോട് ചേർത്ത് എഴുതുമ്പോൾ എഴുതുന്ന രീതിയാണ് ഇവിടെ മനസ്സിലാക്കുക. ജമൽ എന്താ പറയാ? ജമൽ, ക്യാമൽ. മനസ്സിലാക്കാം. നെക്സ്റ്റ് എന്താണ്? ജബലുൻ. ജബലുൻ, ജബലുൻ. അപ്പൊ ജീമ് ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നു ജ, ജ. അപ്പം അത് ചേർത്ത് എഴുതുമ്പോൾ വരുന്ന രീതിയാണ്. അല്ലെങ്കിൽ ജ എന്ന് എഴുതുക എങ്ങനെയാണ്? ചേർത്ത് എഴുതാതെ വരുന്ന ജീമ് ഫതഹ ഇട്ടാൽ ജ, അതെങ്ങനെയാണ് വരിക? അപ്പൊ രണ്ടും മനസ്സിലാക്കി പഠിക്കുക. ജബലുൻ, ജു ജുസുറുൻ, ജുസുറുൻ, ജുസുറുൻ. അപ്പൊ ജു ചേർത്ത് എഴുതുമ്പോൾ അതുപോലെ തന്നെ ലമ്മ ചേർത്ത് കൊടുക്കുക. ജു, ജീമ് ലൊമ്മ. മനസ്സിലാക്കുക. ജു, ജുസുറുൻ. ജിബ്തുൻ, ജിബ്തുൻ, ജിബ്തുൻ. ബ് തുൻ, ജിബ്തുൻ. അപ്പൊ ബാ ഇടയിൽ വരുമ്പോൾ ചെറുതാക്കി എഴുതാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എവിടെയാണ് പുള്ളി ഇടേണ്ടത് ഒക്കെ മനസ്സിലാക്കണം. ജിബ്തുൻ, ജിബ്തുൻ. അപ്പൊ ജി സിംഗിളായിട്ട് എഴുതുമ്പോൾ ജി മനസ്സിലാക്കുക. ജിബ്തുൻ, ജിബ്തുൻ. അടുത്തതാ അജ്റുൻ, അജ്റുൻ. ജ്, ജ്. ജ, ജു, ജി, ജ്. അജ്, അജ്, അജ്. കൽക്കലയിലെ അക്ഷരമാണ് ജ്. അപ്പം അത് ജ് നല്ല മുഴക്കത്തോടെ ഉച്ചരിക്കുന്ന അക്ഷരമാണ്. അപ്പം അത് നന്നായി മനസ്സിലാക്കണം. നമുക്ക് തജ്വീദൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കാത്. അജ്, അജ്റുൻ, അജ്റുൻ. ജ, ജു, ജി, ജുൻ, ജു, ജുൻ. ലൊമ്മ തൻവീന് ജുൻ, ജു, ജുൻ. ബജ്, 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 ബജ്. നെക്സ്റ്റ് എന്താണ്? നമ്മൾ ജീമ് പഠിച്ചു. ജീമ് ഫതഹ ജ, ജ. ജീമിന് ഫതഹ, ഫതഹിനെ അലിഫ് കൊണ്ട് നീട്ടുക. ജാ, ജാ എഴുതുന്ന രീതി മനസ്സിലാക്കുക. ജാ. അതുപോലെ ലൊമ്മയെ വാവ് കൊണ്ട് ജൂ, ജൂ. കസ്രയെ യാ കൊണ്ട് ജി. അപ്പൊ എഴുതുന്ന രീതിയൊക്കെ മനസ്സിലാക്കുക. യാ അയിമിലോട് ചേർത്ത് എഴുതുന്നതൊക്കെ. ജാ, ജൂ, ജി. ഫതഹ തൻവീൻ ജൻ, ജൻ. ഫതഹ തൻവീൻ വരുന്നിടത്ത് അലിഫ് ചേർത്ത് എഴുതണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫതഹ തൻവീൻ വരുന്ന എല്ലാ പദങ്ങൾക്കും അലിഫ് എഴുതണം. ജൻ, ജുൻ. ലൊമ്മ തൻവീൻ ജുൻ. ജിൻ, ജിൻ. കസ്ര തൻവീൻ. മനസ്സിലാക്കുക. ജൻ, ജുൻ, ജിൻ. അടുത്തത് എന്താണ്? ഇവിടെ താഴെ അക്ഷരം തന്നിട്ടുണ്ട് ജീമ്. അപ്പം അത് എഴുതുന്ന രീതി നമുക്ക് ഇവിടുന്ന് ഈ ഡോട്ട് ഇട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ വരിക, ഇവിടേക്ക് ഇങ്ങനെ വളച്ച് ഇങ്ങനെ കൊണ്ടുവരിക, ഡോട്ട് ഇടുക. മനസ്സിലാക്കുക. ജീമ് മനസ്സിലാക്കി എഴുതി പഠിക്കുക കേട്ടോ. അടുത്തത് എന്താണ്? നെക്ര. നമുക്ക് വായിച്ചു കൊടുക്കണം. വായിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ശരിയായ നിങ്ങൾക്ക് മാർക്ക് തരും ഉസ്താദ്. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കി ആദ്യം വായിച്ച് നന്നായിട്ട് പഠിക്കുക. ഇത് ഏതായാലും നമ്മൾ പഠിച്ച അക്ഷരമാണ്. അലിഫ്, ബ, ത, സ, ജീമ്. അലിഫ്, ബ, ത, സ, ജീമ്. അപ്പോൾ അത് മനസ്സിലാക്കി വായിക്കുക. അടുത്തതാ അജബ്തു, അജബ്തു, അജബ്തു. ജാഅ, ജാഅ. അജാബ, അജാബ, അജാബ.
സബജുൻ 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 സബജുൻ. നെക്സ്റ്റ് അടുത്തത് എന്താണ്? ബൻ തൻ സൻ ജൻ ഒക്കെ തൻവീനുകൾ വന്നതാണ്. ബൻ ബാഇന് തൻവീന് ബൻ, താഇന് തൻവീന് തൻ, സാഇന് തൻവീന് സൻ, ജീമിന് തൻവീന് ജൻ. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? താഴെ ഖുർആൻ എന്നൊരു ആയത്ത് തന്നിട്ടുണ്ട് ഇവിടെ. അതിൽ നമ്മൾ ജീമ് കണ്ടെത്തണം. അപ്പോൾ ഇവിടെ വന്യജുമു ജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജീമ്. അടുത്തതോ വഷജർ, വന്യജുമു വഷജറു യസ്ജുദാൻ, ഇവിടെയും ജീമ് വന്നു. ജി ജാ ജു. മനസ്സിലായില്ല? ജീമുകൾ വന്നത് ചേർത്ത് എഴുതുമ്പോൾ ഖുർആൻ എഴുത്തിൻ്റെ രീതിയിൽ എങ്ങനെ വന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? നഖ്റഉ മിനൽ ഖുർആൻ എന്ന് വായിക്കാനാണ്. ഖുർആനിൽ വന്ന ഒരു വേർഡ്സ് ആണ്. ഉജീബു ജീമിനെ നീട്ട യാ. നമ്മളവിടെ യാ എങ്ങനെ എഴുതിയെന്ന് കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ മറ്റൊരു പദം അതിനോട് ചേർത്ത് എഴുതണം. അപ്പോൾ യാ എഴുതിയ രീതി മനസ്സിലാക്കുക. ഉജീബു മനസ്സിലാക്കുക. അടുത്തതാ ഉജാജൻ മനസ്സിലാക്കുക. അടുത്ത നമുക്ക് അതിൻ്റെ ദഫ്തർ തോലിബ് നോക്കാം. ജമൽ കാമൽ മനസ്സിലാക്കാം. ഇനി താഴെ നുലവിൻ നിറം നൽകാനാണ്. അപ്പോൾ ഇവിടെ ജീമ് തന്നിട്ടുണ്ട്, അത് ബ്ലൂ കളറിൽ നിറം നൽകിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ എന്ത് കളർ കൊടുക്കാം? നമുക്കിഷ്ടമുള്ള ഒരു നിറം നൽകാം. നമുക്ക് ഇതുപോലെ നമ്മൾ എഴുതുന്ന രീതിയിൽ തന്നെ ഇവിടുന്ന് ഇങ്ങനെ കൊടുത്തു തുടങ്ങുക, എന്നിട്ട് ഇങ്ങനെ അവസാനിപ്പിക്കുക, എന്നിട്ട് പുള്ളിക്ക് കൊടുക്കുക. മനസ്സിലാക്കുക. അതുപോലെ ഇതിന് മറ്റൊരു നിറവും നൽകി നമുക്കിവിടെ ഭംഗിയാക്കാം. അടുത്തത് എന്താണ്? താഴെയുള്ള ഈ റൗണ്ടുകളിലൊക്കെ കുറച്ച് അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് വായിച്ചു നോക്കാം. ബാ ജീമ് താ ജീമ് സാ. അപ്പോൾ ഇതിലെന്താണ്? ജീമിന് നമുക്ക് നിറം നൽകണം. ജീമുള്ള റൗണ്ടിന് നിറം നൽകാം. അപ്പോൾ ഒന്ന് ഇത് ജീം, അടുത്തത് ഇത്, പിന്നെ ഇത്. അപ്പോൾ ഇതിന് ജീമ് നമുക്ക് നിറം നൽകി കഴിഞ്ഞാൽ ഇങ്ങോട്ട് കാണണം അതിൻ്റെ ഉള്ളിൽ ജീമുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ കളറ് രീതിയിലുള്ള കളറ് ഏതൊക്കെ നൽകാം? യെല്ലോ നൽകിയാൽ ജീമ് നമുക്ക് ഇങ്ങോട്ട് കാണാം. പിന്നെ ബ്ലൂ, സ്കൈ ബ്ലൂ, ആകാശ നീലൊക്കെ കൊടുത്താൽ നമുക്ക് ഇങ്ങോട്ട് കാണാം. അതുപോലെ പിങ്ക്, ലൈറ്റ് പിങ്കൊക്കെ കൊടുത്താൽ നമുക്ക് ജീമും കാണാം. ആ രീതിയിൽ വൃത്തിയിൽ പുറത്തേക്കാവാതെ എല്ലാവരും കൊടുക്കുക. ഇനി നെഹ്ദി എന്താണ്? വഴി കാണിക്കുക എന്നൊക്കെ പറയാം അല്ലേ? നമ്മൾ വഴി കാണിച്ചു കൊടുക്കുക. അതായത് ഈ ക്യാമലിൻ്റെ അടുത്തേക്ക് എത്താനുള്ള വഴി കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഇതിൻ്റെ രീതിയിൽ നമ്മൾ എഴുതി ഇങ്ങനെ പോവുക. മനസ്സിലാക്കില്ല? ഇതിൻ്റെ മേലെ കൂടെ വരച്ചിങ്ങനെ നമുക്ക് ഇവിടെയൊക്കെ എത്തുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ വൃത്തിയിൽ ചെയ്യുക. നമ്മളെ കൈ വഴങ്ങാനാണ്, എഴുത്തിനോട് വഴങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം. ഇനി അടുത്ത എന്താണ്? നളഉ ദാഇറത്തു അല ജീമിന് റൗണ്ട് ചെയ്യണം. ഇതിൽ ഒക്കെ ജീമുണ്ട്. അപ്പോൾ അതിന് സർക്കിൾ ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് എന്താ വായിക്കുക ഇവിടെ? നജ്മുൻ ജീമ് ഇവിടെ എവിടെയാണ്? സെൻട്രലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ റൗണ്ട് വരച്ചെടുക്കാം. നജ്മുൻ. അടുത്തതോ സൽജുൻ. അപ്പോൾ ഇവിടെ എവിടെയാണ്? അവസാനത്തിലാണ് ജീമ് വന്നത്. അപ്പോൾ നമുക്ക് അവിടെ റൗണ്ട് വരയ്ക്കാം. അടുത്തതോ ജറസുൻ, ഫസ്റ്റ് തന്നെ വന്നു ജ. അടുത്തതോ താജുൻ, അപ്പോൾ അവസാനത്തിൽ. മനസ്സിലാക്കുക. നജ്മുൻ, സൽജുൻ, ജറസുൻ, താജുൻ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ജീമ് തിരിച്ചറിയാനാണ്. ചേർത്ത് എഴുതിയ ജീമും അവസാനത്തിൽ എഴുതിയ ജീമും, ഇവിടെ ആദ്യത്തിൽ എഴുതിയ ജീമ് അവസാനത്തിൽ ചേർക്കാതെ എഴുതുമ്പോൾ ഈ ജീമ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അവസാനത്തിൽ വരുമ്പോൾ ഈ ജീമാണ് ഇടുക, ഒരു വാക്ക് അവസാനിക്കുമ്പോൾ. അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? നെസിൽ യോജിച്ചത് ചേർത്ത് കൊടുക്കണം. ഇതെന്തായിരുന്നോ?
സൗർ സൗർ. അപ്പം ഇതിൻ്റെ ആദ്യത്തെ അക്ഷരം സാ. അപ്പം നമുക്കതിലേക്ക് വരച്ചു കൊടുക്കാം, വരയ്ക്കാം. അടുത്തതാ ജമൽ ജമൽ. ആദ്യത്തെ അക്ഷരം ജീമ്. അപ്പം നമുക്ക് ജീമിലേക്ക് വരയ്ക്കാം. ഇനിയാ ബൈത്ത് ബൈത്ത്. വീടിന് ബൈത്ത് എന്ന് പറയും. അപ്പോൾ ആദ്യത്തെ അക്ഷരം ബാ. നമുക്ക് ബായിലേക്ക് വരയ്ക്കാം. അപ്പം അത് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ജീമ്, ഇവിടെ ആദ്യം ജീമ് നോക്കുക. ജ ജ ഏതാണ്? ജമൽ. അപ്പം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏതാണോ സിമ്പിളായിട്ട് തോന്നുന്നത് ആ രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. ചിത്രം കണ്ട് പേര് പറയുകയാണെങ്കിൽ അതിൻ്റെ അക്ഷരം നോക്കണം. സൗർ സാ. സാ കൊണ്ടാണ് തുടങ്ങുന്നത്. മനസ്സിലാക്കുക. ആ രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. എന്നിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നെർസും മുകളിലൂടെ എഴുതണം. ഇവിടെ ഡോട്ടായിട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലൂടെ അങ്ങനെ ജീം എഴുതി മനസ്സിലാക്കുക. ഇങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. വൃത്തിയിൽ എഴുതി പഠിക്കുക. എന്നിട്ട് റഫായിട്ട് കോപ്പിയിലൊക്കെ എഴുതി പഠിക്കുക. മനസ്സിലാക്കുക. ഇനി നക്തുബ് ഇതുപോലെ ഇതിൻ്റെ താഴത്തെ ഈ കള്ളിയിലേക്ക് പകർത്തി എഴുതി കൊടുക്കുക. ജ ജു ജി ജുൻ അജ് അജ്. ജ ജു ജി ജുൻ അജ്. മനസ്സിലാക്കുക. പറഞ്ഞ് എഴുതുക. ഇനി എന്താണ്? നസിൽ ഹുറൂഫ്. അക്ഷരങ്ങൾ വേർതിരിച്ചാണ് ഇവിടെ എഴുതുന്നത്. അക്ഷരങ്ങൾ ജാ അ. അപ്പോൾ അത് ചേർത്ത് എഴുതേണ്ട രീതിയാണ് ഇവിടെ താഴെ കാണിച്ചത്. ഉദാഹരണത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ജാ അ. ഇനിയാ അപ്പോൾ നമ്മൾ ഇതുവരെ അലിഫ്, ബാ, താ, സാ, ജീമ് ഇത്രയും അക്ഷരങ്ങൾ പഠിച്ചു. അപ്പോൾ ഈ അക്ഷരങ്ങളൊക്കെ ചേർത്ത് എഴുതുന്ന രീതിയൊക്കെ ഓരോ പാഠത്തിലും മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ ഇനി മനസ്സിലാകാത്തവർ ആർക്കെങ്കിലും ട്യൂഷനായിട്ടൊക്കെ വേണമെങ്കിൽ, എക്സാം ആണല്ലോ വരുന്നത്, അപ്പോൾ അതുവരെ ഉള്ള പാഠങ്ങളൊക്കെ ട്യൂഷനായിട്ട് വേണമെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. കുറഞ്ഞ ഫീസിലൊക്കെ അവർക്ക് ട്യൂഷന് ഏർപ്പാടാക്കാം. എൻ്റെ മൊബൈൽ നമ്പർ 82 89 89 29 85. അടുത്തത് എന്താണ്? ഇത് അതുപോലെ ചേർത്ത് എഴുതണം. എങ്ങനെ എഴുതും? അജാബ അജാബ. അപ്പം അത് ചേർത്ത് എഴുതേണ്ട അജാബ എന്നിങ്ങനെയാണ്. മനസ്സിലാക്കുക. അജാബ അജാബ. ഇത് അവിടേക്ക് എഴുതുക. അടുത്തത് എന്താണ്? താ താജുൻ താജുൻ. എങ്ങനെ എഴുതാം? താ താജുൻ. ഇങ്ങനെയാണ് ചേർത്ത് എഴുതേണ്ടത്. താ അയിമിലൂടെ അലിഫ് ചേർത്ത് എഴുതുക. താ നീട്ടുക. താജുൻ. മനസ്സിലാക്കുക. അടുത്തത് ഉജീബ ഉജീബ ഉജീബ. എങ്ങനെ എഴുതി കൊടുക്കാം? അപ്പം നമ്മളിവിടെ വായിച്ചിരുന്നു. അത് ഉജീബു എന്നാണ്. അപ്പം ഇതിന് ഫത്തഹാക്കി കൊടുക്കാം. ഉജീബ. ഉ ജി ജി നീട്ടിയത് യാ എഴുതിയത് നോക്കുക. ഉജീബ. ബ ആണ് വേണ്ടത്. ഇവിടെ ബൂ എന്നാണ്. നമുക്കവിടെ ഉജീബ എന്നാണ് തന്നത്. അപ്പം അതുപോലെ എഴുതി കൊടുക്കുക. ബ ഇനി ഫത്തഹ് നൽകുക. ഉജീബ. അപ്പം എത്രയാണ് 7ാമത്തെ പാഠമായ ജമൽ എന്ന പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവരും മനസ്സിലാക്കി. വർക്കുകളൊക്കെ നന്നായി മനസ്സിലാക്കുക. വർക്കുകളൊക്കെ നന്നായി മനസ്സിലാക്കുക. അതുപോലെയാണ് നിങ്ങൾക്ക് എക്സാമിന് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വരിക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.